നന്ദന തനിക്കെതിരെ കൈയെടുത്തെന്ന് കാർത്തിക പ്രതാപവർമ്മയെ അറിയിക്കുന്നു. നന്ദനെ ഒതുക്കണമെങ്കിൽ ഹരിപ്രസാദിന്റെ കല്യാണം മുഴപ്പണമെന്ന് പ്രതാപവർമ്മ കാർത്തികയോട് പറയുന്നു. സുപ്രിയയുടെ കല്യാണ ഒരുക്കങ്ങളുമായി രവികുമാറും ജലജയും. അവിടെ എത്തുന്ന കാർത്തിക ചില വിവരങ്ങൾ സുപ്രിയയുടെ മാതാപിതാക്കളെ അറിയിക്കുന്നു. മകളുടെ ഭാവി നശിപ്പിക്കരുതെന്നും ഹരിപ്രസാദും നന്ദനയും ഇപ്പോഴും പ്രണയത്തിലാണെന്നും കാർത്തിക അവരെ അറിയിക്കുന്നു. ഹരിയുടെ വീട്ടിലെത്തി സത്യാവസ്ഥ മനസ്സിലാക്കാൻ രവികുമാറും ജലജയും തീരുമാനിക്കുന്നു. രവികുമാറും ജലജയും ചെമ്പിരിക്കലെത്തുന്നു. പ്രഭാകരനും രേണുകയ്ക്കും സംശയം. ഇനി തുടർന്ന് കാണുക. ആരാ ചേച്ചി ഈ നന്ദന? ഞങ്ങള് ചില വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഊഹാപോഹങ്ങളുടെ പിറകെ പോകാതെ നേരിട്ട് വന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ചു. രണ്ടുപേരും ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കേട്ടത് കെട്ടുകഥയല്ലെന്ന് ഊഹിക്കാം. 21-ാം തീയതി പിള്ളേരുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഞങ്ങളുടെ ടെൻഷൻ ഒന്ന് ആലോചിച്ചു നോക്ക്. പറ ചേച്ചി, ആരാ നന്ദന? ഹരിപ്രസാദുമായിട്ട് എന്താ ബന്ധം? ബന്ധം അങ്ങനെ പറയത്തക്കതായിട്ടൊന്നുമില്ല ജലജേ. എന്നിട്ട് അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ അറിവ്. ഒളിച്ചുവെക്കാൻ മാത്രമുള്ള രഹസ്യങ്ങളൊന്നുമില്ല രവി സാറേ. ഞാൻ പറയാൻ കാര്യങ്ങൾ. ഈ കല്യാണം നടക്കില്ല. തലയ്ക്ക് സുഖമില്ലാത്ത ഈ പെണ്ണിനെ നീ കല്യാണം കഴിക്കുമെന്നു. ഇങ്ങോട്ട് വരാൻ. ഇതാണ് സത്യം. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നടന്ന കാര്യങ്ങൾ അതേപടിയാണ് ഞാൻ പറഞ്ഞത്. എവിടെ വേണമെങ്കിലും അന്വേഷിച്ചു നോക്കാം. അല്ലെങ്കിൽ നന്ദനയുടെ ഉദയോർമ്മയുടെ നമ്പർ തരാം, നേരിട്ട് വിളിച്ച് സംസാരിക്കാം. ഇപ്പോ അവർ ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളാണെന്ന് പറയാം. ഞാൻ നന്ദനെയും ഭർത്താവിനെയും കല്യാണം ക്ഷണിക്കാൻ പോയിട്ട് വന്നതേ ഉള്ളൂ. അങ്ങനെയൊരു വലിയ തെളിവെടുപ്പ് നടത്താൻ വേണ്ടി വന്നൊന്നുമല്ല ഞങ്ങള്. കേട്ടത് ഗോസിപ്പാണെന്ന് അറിയണമായിരുന്നു. അതിലൊരു തെറ്റ് പറയുന്നില്ല. സാറിന്റെ ഭാഗത്ത് ന്യായമേ ഉള്ളൂ. ഇപ്പൊ രണ്ടു കൂട്ടരോടും യഥാർത്ഥ സ്നേഹമുള്ളവരല്ല ഈ ന്യൂസും കൊണ്ട് വന്നതെന്ന് ഓർക്കണം. അതും അറിയാം. എന്നുവെച്ച് അറിഞ്ഞ കാര്യം അവഗണിക്കാൻ പറ്റുമോ? ഡേറ്റ് ഫിക്സ് ചെയ്തത് വേറെ കാര്യം. കുഴപ്പമാണെങ്കിൽ മാറി ചിന്തിക്കാന്നാ ഞങ്ങൾ വിചാരിച്ചേ.
ഇത്രയും ഒരുക്കങ്ങൾ നടത്തിയത് പോട്ടെന്ന് വിചാരിക്കാം. അതിലും വലുതല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെ ഭാവി. രവി സാറ് പറയട്ടെ ജലജെ. പറയ്. 21-ാം തീയതിയാണ് നമ്മൾ കല്യാണ തീയതി പറഞ്ഞത്. അതെ, മുൻ നിശ്ചയിച്ച പ്രകാരം അന്നത്തെ ദിവസം നമ്മുടെ കുട്ടികളുടെ കല്യാണം നടക്കും. മുടക്കവുമായി വന്ന വെൽവിഷേഴ്സിനെ നമ്മൾ തൽക്കാലം അവഗണിക്കുന്നു. മോളോട് ഇക്കാര്യം വല്ലതും സൂചിപ്പിച്ചോ ജലജെ? ഇതൊന്നും അവരറിയേണ്ട കാര്യമല്ല ചേച്ചി. ഹരിയോടും പറയണമെന്നില്ല. ചേട്ടനും ചേച്ചിക്കും വിഷമമൊന്നും തോന്നരുത്. സുപ്രിയെ പറ്റി ഇത്തരത്തിൽ എന്തെങ്കിലും കേട്ടാൽ നിങ്ങൾ അന്വേഷിക്കില്ലേ? അത്രേ ഓർത്താൽ മതി. നേരിൽ വന്ന് മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിച്ചല്ലോ, അത് തന്നെ സന്തോഷം. എന്നാ പിന്നെ ഞങ്ങള് ഓ ശരി, വരട്ടെ. ചേച്ചി ഓ ഹരിപ്രസാദിന്റെ വീട്ടിൽ പോകുന്ന കാര്യത്തിൽ രവിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്ത് പറയുന്നു? പോയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഇങ്ങനൊരു യാത്ര വേണമെന്നുള്ള നിന്റെ ഡിസിഷൻ ശരിയായിരുന്നു, സമ്മതിക്കുന്നു. പോരെ? അപ്പോഴും ബുദ്ധിമുട്ടായാണ് സമ്മതിക്കുന്നത്. എന്താ ജലജയത്? ശരി മറ്റൊരാളുടെ ഭാഗത്താണെങ്കിൽ അത് എഗ്രി ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അത് ശരിയായിരിക്കണം. എനിക്കത് ബോധ്യപ്പെടുകയും വേണം. നമ്മൾ ഇങ്ങനെ കയറി ചെല്ലുമെന്ന് ഹരിയുടെ അച്ഛനും അമ്മയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിന്റെ പതർച്ചയുണ്ടായിരുന്നു. എന്നാലും ഉള്ള കാര്യം തുറന്ന് സമ്മതിച്ചല്ലോ അവര്. അല്ലാതെ വേറെ വഴിയില്ല. അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ചെന്നത്. പുതിയ കാലഘട്ടത്തിൽ ഒരു ലവ് അഫെയർ അത്ര വലിയ പ്രശ്നമില്ലെന്നുള്ളതാണ് സത്യം. ഹരിപ്രസാദ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നല്ലേ ഉള്ളൂ. 2 കാലിലും മന്തുള്ളവരാണ് ഒരു കാലിൽ ചെറിയ നീരുള്ളവരെ മന്ദ എന്ന് വിളിക്കുന്നത്. രവി വേണ്ട കേട്ടോ. നമ്മൾ നോക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്, സുപ്രിയയുടെ ഭാവി. അതിനപ്പുറം നമ്മുടെ മുന്നിൽ ഒന്നുമില്ല. ഒരാളുടെ ജീവിതം പാളിപ്പോയാൽ അടുത്തയാളുടെ കാര്യം നോക്കാൻ നമുക്ക് രണ്ടാമതൊരു കുട്ടി ഇല്ലാന്ന് ഓർക്കണം. ഹരിപ്രസാദിന്റെ വീട്ടിലും അത് തന്നെയാണ് അവസ്ഥ. ഒരേ ഒരു മകനല്ലേ. അതിന് അവരോർക്കേണ്ട കാര്യം കൂടി എന്തിനാ രവി ഓർക്കുന്നത്? കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർ നമുക്ക് അന്യരാണോ? ഹരിപ്രസാദിനെ പോലെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അയാളുടെ ഫാദറും മദറും. സുപ്രിയ അവരുടെ കൂടെയാണ് ജീവിക്കേണ്ടതെന്ന് ഓർക്കണം. ആ ഓർമ്മയുള്ളത് കൊണ്ടാണ് ഹരിയുടെ കേസുകെട്ടിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ കയ്യോട് അതുമായി നമ്മൾ വന്നത്. രേണുക ചേച്ചിയുടെ അടുത്ത് അതൊന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു. സുപ്രിയയുടെ സ്വഭാവം ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ രവി അറിയാൻ. നാളെ അവൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഹരി കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ നമുക്ക് പുറത്തെടുക്കാനുള്ള തുറുപ്പ് ചീട്ടാണ് ഈ ഇൻഫോർമേഷൻ. ശരിക്കും പറഞ്ഞാൽ കരുതി വെക്കാനുള്ള ഒരു പിടിവള്ളി. രവി എന്തോ ഒന്നും പറയാത്തത്? ഇതിലും വലിയ പ്ലാനിംഗ് ഉള്ള ആളല്ലേ നീ. പ്രത്യേകിച്ച് എന്താ പറയാൻ? എങ്ങും തൊടാതെയുള്ള നിങ്ങളുടെ ഇത്ര സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് പിടിക്കാത്തത്. ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ മോൾക്ക് വേണ്ടിയാ. എന്റെ മാത്രം മോളല്ല സുപ്രിയ. രവിയുടെ മോളെ അല്ലെന്ന് ഇനി പറയോ? അങ്ങനെ പറയണോ? പ്ലീസ് രവി, കുടുംബത്തിന് വേണ്ടി നമ്മൾ രണ്ടുപേരും ഒരുപോലെ ഏൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ സുപ്രിയയുടെ കാര്യത്തിലും നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്, തുല്യമായ അവകാശമുണ്ട്. അവളൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ റെസ്പോൺസിബിൾ ചെയ്യുന്നു, കെയർ ആകുന്നു. എന്തോ റെസ്പോൺസിബിലിറ്റി, കെയറിങ്. എന്നിട്ടാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ? വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല, നിർത്തി. ആ, വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വേണ്ട രവി, വെറുതെ വഴി കിടന്ന് വഴക്കടിക്കണ്ട. പറയാതിരുന്നാൽ എങ്ങനെയാ? സുപ്രിയയുടെ കാര്യമാ. നമ്മൾ 2 പേരും 2 തവണ ഹരിപ്രസാദിന്റെ വീട്ടിൽ പോയി അവരുടെ ചുറ്റുപാടുകൾ കണ്ടു. എന്നാൽ ആ വീട്ടിൽ താമസിക്കേണ്ടത് ഞാനോ നീയോ അല്ല, മറിച്ച് സുപ്രിയ. അതുകൊണ്ടെന്താ? ഒന്നുമില്ലേ? ജലജയ്ക്ക് തോന്നുന്നുണ്ടോ സുപ്രിയക്ക് ആ വീട് ഇഷ്ടപ്പെടുമെന്ന്? എനിക്ക് സംശയമുണ്ട്. ഓടിട്ട പഴയ മട്ടിലുള്ള വീട്, മുറികളും കുറവ്.
ഒട്ടും സ്പേഷ്യസ് അല്ലാത്ത അടുക്കള. അവൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുമോ? പണ്ട് നാട്ടിൽ രവിയുടെ തറവാട്ടിൽ പോകുന്നത് പ്രിയയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നില്ലേ? ഇതിലും പഴയ വീടായിരുന്നത്. വിശാലമായ പറമ്പും കുളവും മരങ്ങളും ഒക്കെ അവൾ എൻജോയ് ചെയ്തിരുന്നു. അന്നത്തെ 7 വയസ്സുകാരുടെ കൗതുകം അല്ല ഇന്നത്തെ നമ്മുടെ മോക്ക്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ഓർക്കാത്ത കാര്യമല്ല അത്. എന്നിട്ട് പറയാതിരുന്ന എന്താ ഇതുവരെ? ഹരിപ്രസാദിന്റെ വീട് പഴയതാണെന്ന് പറഞ്ഞ് സുപ്രിയയെ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണോ ഞാൻ? രവി അതാണോ ഉദ്ദേശിക്കുന്നത്? എന്റെ മനസ്സിൽ മറ്റൊന്നാ ഉള്ളത്. കല്യാണം കഴിയട്ടെ. അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിഹാരമുണ്ട്. പ്രിയയ്ക്കും ഹരിക്കും നമ്മുടെ വീട്ടിൽ താമസിച്ചൂടെ? അതിനെന്താ തടസ്സം? അച്ഛനെ അമ്മയും വിട്ട് അങ്ങനെ മാറി താമസിക്കില്ല ഹരി. അവരൊക്കെ തമ്മിൽ നല്ല അറ്റാച്ച്മെന്റ് ഉണ്ട്. ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കുന്നതുവരെ പേരൻസുമായി അറ്റാച്ച്മെന്റ് നല്ലതാ. അതിനുശേഷം ഭാര്യയുമായിട്ട് അടുപ്പം വേണ്ടത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം? ഹരിപ്രസാദ് വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതിനുള്ള മിടുക്ക് കാണിക്കണം പ്രിയ. ഹരിയെ സ്വാധീനിക്കാൻ കഴിയണം അവൾക്ക്. അതൊരു ഭാര്യയുടെ കൈയടക്കമാണ്. അത്രയൊക്കെ ഞാൻ എന്റെ മോളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് ജലജയുടെ പ്രതീക്ഷ. അതിനുള്ള റൈറ്റ് തനിക്കുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ. മോളെ കെട്ടുന്ന ആളിന്റെ പേര് ഹരിപ്രസാദ് എന്നാ, അല്ലാതെ രവികുമാർ എന്നല്ല. രവി, ഉദയേട്ടാ, നാരങ്ങ വെള്ളം. ഞാൻ കുടിക്കാനൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, നല്ല ചൂടാണല്ലോ എന്ന് കരുതി എടുത്തതാ. ഇനി ഞാൻ കൊണ്ടുവന്നതുകൊണ്ടാണെങ്കിൽ പോയേക്കാം. വേണ്ട, നിങ്ങൾ തന്നേക്കോ. എരിയേട്ടൻ മിക്കവാറും ഇങ്ങോട്ട് തിരിച്ചു പോരും. ദുബായിലേക്കല്ല അയാൾ പോയത്. ജോലി ശരിയായെന്നും പറയുന്നു. പിന്നെന്തിനാ ഉടനെ മടങ്ങി വരുന്നത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം അവിടെയല്ല, ഇവിടെയാ. ഇവിടെ മടുത്തിട്ടാ പുള്ളിക്കാരൻ പോയത്. ഇവിടെ മടുപ്പുണ്ടാവാൻ കാരണം എന്താ? ഇപ്പോഴെങ്കിലും ഉദയേട്ടൻ ഇങ്ങനെ ചോദിച്ചല്ലോ. എത്ര നാളെന്ന് വെച്ചാ ഒരാൾ അവഗണന സഹിക്കുക? സ്വന്തം വീട്ടിൽ വിലയില്ല. എന്ത് ചെയ്താലും ആരും ഒരു നല്ല വാക്കുപോലും പറയില്ല. എന്നും ബിസിനസിന് പുറകെ നടക്കണം. അതിന്റെ പ്രയോജനം ഒട്ടില്ല താനും. നിങ്ങളെ കൂടാതെ ഇവിടെ ഞാനും നന്ദനയാണുള്ളത്. ഞങ്ങൾ യതീന്ദ്രനെ അവഗണിക്കുന്നതാണോ പറഞ്ഞു വരുന്നത്? അല്ല, മൊത്തത്തിൽ എതിയേട്ടനുണ്ടായ അനുഭവം പറഞ്ഞതാ. ഇന്നലെ വിളിച്ചപ്പോ വലിയ സങ്കടത്തിലാ സംസാരിച്ചത്. അറിയാതെ ഞാൻ എന്റെ വിഷമം പറഞ്ഞുപോയി. യതീന്ദ്രൻ അവിടെ വിഷമം, കാർത്തികയ്ക്ക് ഇവിടെ വിഷമം. ഇങ്ങനെ എങ്ങും തൊടാതെ സംസാരിച്ചാൽ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രശ്നം അവിടെയല്ല ഇവിടെയാണെന്ന് സൂചിപ്പിച്ചു. എന്നാൽ അത് എന്താണെന്ന് പറയുന്നില്ല. പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാ. എതിയേട്ടന്റെ വിഷമം കാണുമ്പോ പറയാതിരിക്കാനും വയ്യ. ഇന്ന് ഇത്രയും ആണെങ്കിൽ നാളെ എന്തായി തീരുമെന്നാ എതിയേട്ടൻ ചോദിക്കുന്നത്. ഉദയേട്ടൻ അറിഞ്ഞില്ലേ നന്ദന എന്നെ തല്ലിയത്? നന്ദന തല്ല്? എപ്പോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എപ്പോഴാണ് അയാൾ കാർത്തിക അടിച്ചത്? അടിച്ചു എന്ന് വെച്ചാ അടിക്കാൻ തുടങ്ങി. കൈ ഊങ്ങിക്കൊണ്ട് വന്നു. അടിച്ചെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ അടിക്കാൻ തുടങ്ങിയെന്നായി. ഇപ്പൊ കൈ ഓങ്ങിയെന്നും പറയുന്നു. ഞാനിതിൽ ഏതാ വിശ്വസിക്കേണ്ടത്? അതെ, പ്രായം കൊണ്ട് ഏട്ടത്തിയായ എന്റെ നേരെ അനിയത്തിയായ നന്ദന കൈ ഓങ്ങിയ അത് അടിക്കുന്നതിന് തുല്യോ? അതെ,
എന്റെ കവളടിച്ച് പുകയ്ക്കുന്നാ പറഞ്ഞേക്കുന്നേ. എല്ലാം തുറന്നു പറയുന്ന നന്ദന ഈ കാര്യം ഉദയേട്ടനോട് പറഞ്ഞില്ലെങ്കിൽ എന്താ അതിനർത്ഥം? അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നല്ലേ? ഞാൻ ചോദിക്കണം അയാളോട്. ചോദിക്കണം. എതിയേട്ടൻ ഇല്ലാത്ത സമയത്ത് എന്നോട് എന്തിനാ ഇങ്ങനെ പെരുമാറിയെന്ന് ചോദിക്കണം. അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അയ്യോ, നടന്നു ഉദയേട്ടാ. എങ്കിൽ അതിനൊരു കാരണം കാണുമല്ലോ. അല്ല, അത് കാരണം മറ്റൊന്നുമല്ല, നന്ദനയുടെ കോംപ്ലക്സാ. നിങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ ഇവിടെ ഒരാള് വന്നിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുക. നന്ദനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോ ആരാന്ന് ഞാൻ ചോദിച്ചു. പേര് സുമിത്ര, നന്ദനയുടെ വളർത്തമ്മയാണത്രേ. അതറിഞ്ഞപ്പോ ഞാൻ ആ ചേച്ചിക്ക് അതിൻ്റെതായ ബഹുമാനം കൊടുത്തു. അകത്ത് വിളിച്ചിരുത്തി ചായയും വട്ടയപ്പോ ഒക്കെ കൊടുത്തു. അവരെന്താ ചെയ്തെന്നറിയോ? ആ ചായ ഗ്ലാസ് ഒന്ന് തൊടുക പോലും ചെയ്തില്ല. അതെന്താ? തണ്ട്. ഇത്രയും പൊങ്ങച്ചുള്ളൊരു സ്ത്രീയെ ഞാൻ എന്റെ 31-ാം വയസ്സിനുള്ളിൽ കണ്ടിട്ടേയില്ല. ഉദയേട്ടനെ കുറിച്ചൊക്കെ അവർക്ക് ഭയങ്കര പുച്ഛമാ. സംസാരത്തിലാണെങ്കിലും ഒരു സംസ്കാരവും ഇല്ല. നന്ദന വന്ന് കണ്ടിട്ട് ഒരു ദിവസം ഇവിടെ തങ്ങാന്ന് പറഞ്ഞപ്പോ എന്നെ അതിന് കിട്ടില്ലെന്നായിരുന്നു മറുപടി. ശകലം ഇരുന്നിട്ട് പോവുകയും ചെയ്തു. നന്ദന വന്നപ്പോഴേ ഞാൻ ഈ വിവരം പറഞ്ഞതാ. ഇപ്പൊ പക്ഷേ അവളത് സമ്മതിക്കുന്നില്ല. സുമിത്ര ചേച്ചി വന്നത് ഞാൻ പറഞ്ഞില്ല പോലും. ആ സ്ത്രീയുടെ തറ സ്വഭാവം ഞാൻ അറിഞ്ഞതിലുള്ള ചമ്മല നന്ദനയ്ക്ക്. ഉദയേട്ടൻ പറ, ഇത് കോംപ്ലക്സ് ആണോ അല്ലയോ? തീർച്ചയായും ഇതൊരു തരം കോംപ്ലക്സാ. ആണല്ലോ. അതേ ഞാനും പറഞ്ഞുള്ളൂ. അതിന്റെ പേരിൽ എന്നെ തല്ലാനും വന്നു. ഇതൊരു മര്യാദയുടെ പ്രശ്നമാണ്. കാർത്തി അങ്ങോട്ട് കാണിച്ച മര്യാദയെ കുറിച്ചെങ്കിലും നന്ദൻ ഓർക്കണമായിരുന്നു. ഇയാള് മറന്നു കാണും. ഓർമ്മിപ്പിക്കാം. കാർത്തിയായനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാർത്തിയായനെയും ആ കുട്ടിയുടെ അമ്മൂമ്മയും കൂടി ഇവിടെ വന്നവരും അന്ന് തന്നെ കാർത്തിക ഞങ്ങളെ അറിയിച്ചല്ലോ അല്ലേ? കാർത്തിയായനെ ആരാന്ന് ഓർക്കുന്നില്ലേ? ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ആ കാര്യം പറഞ്ഞില്ലായിരുന്നു ഉദയേട്ടാ. പറഞ്ഞോ? കാർത്തിയായൻ ആരാണെന്ന് നന്ദനയ്ക്കറിയാം, എനിക്കും അറിയാം. തൽക്കാലം അത് മതി. പല തട്ടുകളിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. സാഹചര്യങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഓരോ വ്യക്തിക്കും തൻ്റെതായ ആത്മാഭിമാനമുണ്ട്. അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി നന്ദനയ്ക്കുണ്ട്. അതുകൊണ്ട് നന്ദന ഒരിക്കലും ഏതെങ്കിലും സ്ത്രീയെ അഴിഞ്ഞാട്ടക്കാരി എന്ന് വിളിക്കില്ല. മീനത്തേലിനെ കാർത്തികയ്ക്ക് അറിയില്ല, പക്ഷെ ഞങ്ങൾക്കറിയാം. അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അറിയാം. ഉദയേട്ടാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം ആരാരുടെ നേർക്കാണ് കയ്യോങ്ങിയതെന്നും മനസ്സിലായി. അത്തരം സിറ്റുവേഷൻസ് ആവർത്തിക്കാതിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. ഏതെങ്കിലും തിരിച്ചു വരുന്നതിൽ എനിക്ക് വിരോധമില്ല. എന്നാൽ ഇനിയും വ്യക്തമാകാത്തൊരു കാര്യമുണ്ട്. അയാളതിനെ തിരക്കിട്ട് ദുബായിലേക്ക് പോയതെന്ന്. അതൊരു ഒളിച്ചോട്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോ എന്റെ തോന്നൽ മാത്രമായിരിക്കാം, അല്ലേ? ഓഫീസിൽ നിന്ന് തിരക്കായിരുന്നു തോന്നുന്നു. 7 മിനിറ്റ് ലേറ്റ് ആവാൻ. നിമിഷങ്ങൾ എണ്ണിയിരിക്കുകയായിരുന്നോ? ആ, അങ്ങനെയും പറയാം. ടെക്സ്റ്റൈൽസിലൊന്ന് കയറിയിട്ടാ വന്നത്. വിശേഷിച്ചൊന്നുമില്ല. 2-3 ദിവസമായി അങ്ങോട്ട് പോയിട്ട്. ആ, ഇന്നൊരു പ്രധാനപ്പെട്ട വിവരം കണ്ടുപിടിച്ചു.
കഴിഞ്ഞ 2-3 മാസമായിട്ട് പൈസ വന്നില്ലെന്ന് മീനത്തേലമ്മ പറഞ്ഞില്ലേ, അത് തടഞ്ഞു വെച്ചതാ. ആര്? സജീവ്. പണം മീനത്തേലമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇടണ്ടെന്ന് ഞാൻ പറഞ്ഞതായി സജീവ് അക്കൗണ്ടന്റിനെ ധരിപ്പിച്ചു. ഇനി എന്തൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. സജീവിന്റെ കാര്യം ഇപ്പൊ ഓർത്തിട്ട് പേടിയാവുന്നു. പല യാത്രകളിലും അയാളായിരുന്നല്ലോ എന്റെ കൂടെ വന്നിരുന്നത്. അപകടപ്പെടുത്താൻ ചാൻസ് നോക്കിയിരിക്കാം. ഒരു ദിവസം ഉദയന്നൂർ പോവാൻ ഞാൻ ഇറങ്ങി നിന്നപ്പോ സജീവ് വന്നത് ഓർക്കുന്നോ? ഡ്രൈവർ വരാൻ താമസിച്ചപ്പോ കൊണ്ടുവിടാന്ന് സജീവ് 2-3 തവണ നിർബന്ധമായിട്ട് പറഞ്ഞു. അന്ന് അതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ അല്ല, ഡ്രൈവർ വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. മാഡം കാറി കയറിക്കോ, എനിക്ക് അസൗകര്യമൊന്നുമില്ല. മാഡം വരൂ. വേണ്ട സജീവ്. ഇന്നിപ്പോഴോർക്കുമ്പോ അതൊരു വല്ലാത്ത നോട്ടമായിരുന്നു തോന്നുക. സജീവിന്റെ അറസ്റ്റിന് ശേഷം നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അത് വിട്ടുപോയി.